സ്വാഗതം ചെയ്യുന്നു. മോർണിംഗ് വെബ്സിലേക്ക് നമ്മൾ നേരെ പോവുകയാണ് തൃശ്ശൂരിൽ ഈ ഭക്ഷ്യവിഷബാധയേറ്റ് മരണം സംഭവിച്ചു. പെരഞ്ഞനത്ത് കുഴിമന്തി കഴിച്ച് ചികിത്സയിലായിരുന്ന സ്ത്രീയാണ് മരിച്ചത്. പെരഞ്ഞനം കുറ്റിക്കടവ് സ്വദേശി ഉസൈബയ്ക്ക് ഇന്ന് പുലർച്ചെയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് ജീവൻ നഷ്ടമായത്. വിവരങ്ങളുമായി നവമി ചേരുന്നുണ്ട്. നവമി, ഈ കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ഒരു വാർത്ത. നിരവധി പേർക്ക് കുഴിമന്തി കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റു. കുഴിമന്തി അല്ല, അത് മയണൈസ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴായിരുന്നു മരണം? അങ്ങനെ ഒരു മരണത്തിലേക്ക് നയിക്കാൻ പാകത്തിന് ഗുരുതരാവസ്ഥയിലായിരുന്നു അവർ? ഈ കുഴിമന്തി കഴിച്ചത് തന്നെയാണോ മരണ കാരണമെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ മരണകാരണം ഈ കുഴിമന്തിയോ അല്ലെങ്കിൽ മയോണൈസോ കഴിച്ചതാണെന്ന്. എന്തായാലും ശനിയാഴ്ചയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. സെയിൻ ഹോട്ടൽ, പെരിഞ്ഞനത്ത് തന്നെയുള്ള സെയിൻ ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ച് 178ഓളം പേര് വിവിധ ആശുപത്രികളിൽ ചികിത്സയായിരുന്നു. അതിൽ ഈ ഹുസൈബയും ഹുസൈബയുടെ സഹോദരിയുടെ 2 മക്കൾ ഇവർ വീട്ടിലേക്ക് പാഴ്സൽ വാങ്ങിയതായിരുന്നു. ഭക്ഷണം കഴിച്ച്, അതായത് ശനിയാഴ്ച രാത്രിയാണ് ഇവർ ഈ പാഴ്സൽ സെയിൻ ഹോട്ടലിൽ നിന്നും വാങ്ങിയത്. പിറ്റേ ദിവസം ഞായറാഴ്ച സഹോദരിക്കും സഹോദരിയുടെ 2 മക്കൾക്കും മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ തന്നെ ഇത് ഫുഡ് പോയിസൺ ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ ഹുസൈബയ്ക്ക് ആ സമയത്ത്, അതായത് ഞായറാഴ്ച, വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാവിലെ ആയപ്പോഴാണ് ഹുസൈബയ്ക്കും ഇതുപോലെ വയറിളക്കവും ഛർദിലും അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കുഴഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തത്. പിന്നീട് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി അവിടെ നിന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷെ ഇന്നലെ വൈകിട്ടോടെ സ്ഥിതി അല്പം രൂക്ഷമായതിനെ തുടർന്നാണ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. അവിടെ എത്തി ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ഹുസൈബയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും 178ഓളം പേർക്ക് വിവിധ ആശുപത്രികൾ ചികിത്സയിലുള്ളതിനിടയിലാണ് ഹുസൈബ ഇന്ന് പുലർച്ചെ 3 മണിക്ക് മരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സെയിൻ ഹോട്ടലിൽ നിന്നും ആഹാരം കഴിച്ചതാണ് ഇത്തരത്തിലൊരു മരണ കാരണം എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷം മാത്രമേ ഇതിൽ നമുക്കൊരു സ്ഥിരീകരിച്ചിട്ടുള്ളൊരു വിവരം അറിയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ സംഭവം നടന്ന സമയത്ത് തന്നെ, അതായത് ശനിയാഴ്ച ആഹാരം കഴിച്ചവർ പിറ്റേ ദിവസം ഞായറാഴ്ച വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയപ്പോൾ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പും ആരോഗ്യ വകുപ്പും എല്ലാം ഹോട്ടലിലെത്തി പരിശോധന നടത്തുകയും പിന്നീട് ഈ ഹോട്ടൽ അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഹോട്ടൽ ഉടമയ്ക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ് പോലീസ്. എന്തായാലും മരണം കൂടി സ്ഥിരീകരിച്ച സ്ഥിതിക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നതിന് ശേഷം ഈ കട ഉടമയ്ക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ തന്നെ പോലീസിന്റെ തീരുമാനം. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമായിരുന്നു സംഭവിച്ചിരിക്കുന്നത്. ശനിയാഴ്ചയാണ് ഈ ഹോട്ടലിൽ നിന്നും വീട്ടിലേക്ക് പാഴ്സൽ വാങ്ങിയത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഹുസൈബയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് ഇന്ന് പുലർച്ചെ 3 മണിക്ക് മരിക്കുകയും ചെയ്തത്. നവമി, 100-ലേറെ പേർക്ക് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നുള്ള റിപ്പോർട്ടുകളാണ് ആദ്യം വന്നത്. ഈ ഹോട്ടലിൽ തന്നെ ഈ കുഴിമന്തിയോ മയണൈസ് കഴിച്ചാന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഈ ആരോഗ്യനിലയിൽ തൃപ്തികരമല്ലേ? വേറെ മറ്റ് ഗുരുതരമായിട്ടുള്ള സാഹചര്യമൊന്നുമില്ല എന്ന് തന്നെയല്ലേ ലഭ്യമാകുന്ന വിവരം? അറിയാൻ സാധിക്കുന്നത് 178 പേരാണ് ഈ സെയിൻ ഹോട്ടലിൽ നിന്നും ആഹാരം കഴിച്ചതിനെ തുടർന്ന് ആശുപത്രികളിൽ ചികിത്സയിലായിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, പെരിഞ്ഞനം എന്നിവിടങ്ങളിലെ സ്വകാര്യ സർക്കാർ ആശുപത്രികളിലൊക്കെയാണ് ഇവർ ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത്. പക്ഷെ ഇവർക്കാർക്കും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ ഹുസൈബ ആയിക്കോട്ടെ 56 വയസ്സുള്ള വയോധികയാണ്. മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ കൂടിയുള്ള ഒരു വ്യക്തി ആയതിനാൽ ചിലപ്പോൾ അതും കൂടി ആയിരിക്കും, ഈ ഒരു ഭക്ഷ്യവിഷബാധയും കൂടി ചെന്നപ്പോഴായിരിക്കും ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിച്ചതെന്നുള്ളൊരു വിവരമാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നത്. എന്തായാലും 158 പേരായിരുന്നു അന്ന് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ആശുപത്രികളിൽ ചികിത്സ തേടിയത്. എന്തായാലും മറ്റുള്ളവരുടെ സ്ഥിതി മെച്ചപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഹുസൈബയുടെ സഹോദരിക്കും 2 മക്കൾക്കും ഇതുപോലെ ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നു. അവരുടെ ആരോഗ്യ നിലയിൽ തൃപ്തികരമാണെന്നും ആശുപത്രിയിൽ നിന്നും അറിയുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഒറ്റയ്ക്കൊരു കാര്യം കൂടി നവമി, ഈ ഇതിന്റെ പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലൊക്കെ വലിയ തോതിൽ ഈ ഷവർമ
ഷവർമ വിൽക്കുന്ന കടകളിൽ റെയ്ഡ് നടത്തിയിരുന്നു. അതിൻ്റെ പല ഹോട്ടലുകൾക്ക്, പല ഷവർമ സെൻറ്ററുകൾക്കും നോട്ടീസ് നൽകി, ചിലത് പൂട്ടിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇതിൽ ഒരു പരിശോധനയൊക്കെ നടത്തിയിരുന്നു. കാരണം നമുക്കറിയാം, നേരത്തെ കൊച്ചിയിൽ സമാനമായിട്ടൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഷവർമയിൽ നിന്നാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ പരിശോധനകളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ? ഇടയ്ക്ക് ഒരു പരിശോധന നടക്കും, പിന്നെ ലാഘവത്തോടുകൂടി അതിനെ വിട്ടുകളയും. പിന്നീട് വീണ്ടും ഒരു അപകടമോ ഒരു എന്തെങ്കിലും ഭക്ഷ്യവിഷബാധയൊക്കെ ഉണ്ടാകുമ്പോഴാണ് വീണ്ടും പരിശോധനയൊക്കെ വരുന്നത്. അപ്പോൾ കൃത്യമായ നടപടിയിലേക്ക് ഒരു പരിശോധനയൊക്കെ വളരെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ള വിവരം എന്തെങ്കിലും ലഭ്യമാണോ? എൽദോ, ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയുക അല്പം ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്കറിയാം, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രമായിരിക്കും ഏതൊരു വകുപ്പും അത് കുറച്ച് അതിലിടപെട്ട് അല്ലെങ്കിൽ ഒരു 2-3 ദിവസം അടുപ്പിച്ചിട്ടുള്ള ഒരു പരിശോധനയും കട അടച്ചു പൂട്ടലും അല്ലെങ്കിൽ നോട്ടീസ് അയക്കലും കട ഉടമകൾക്കെതിരെ കേസെടുക്കലും ഒക്കെ ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ, ഒരു മരണം സംഭവിക്കുമ്പോൾ മാത്രമായിരിക്കും അത് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇതുപോലെ ഭക്ഷ്യവിഷബാധയേറ്റ് 100ഓളം പേർ ആശുപത്രിയിലൊക്കെ ആകുമ്പോൾ മാത്രം, അല്ലെങ്കിൽ വലിയൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക. എറണാകുളം ജില്ലയിലെ തന്നെ നോർത്ത് പറവൂർ ഒരു ഹോട്ടലിൽ ഇതുപോലെ ഭക്ഷ്യവിഷബാധയേറ്റ് ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 100ഓളം പേർ ആശുപത്രിയിലേക്കും പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ആ കട അടപ്പിക്കുകയും പിന്നീട് കടയുടമയ്ക്കെതിരെ നോട്ടീസ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഒരു 3 മാസം കഴിഞ്ഞ ശേഷം ആ കട പിന്നീട് തുറന്ന് പ്രവർത്തിക്കുക എന്നതും കാണുന്നു. ഇത് ഞാൻ പറയാൻ കാരണം, എൻ്റെ വീടിനടുത്തുള്ള ഒരു കുഴിമന്തി കടയായിരുന്നു അതും. പിന്നീട് അത് അവിടെ തുറന്ന് പ്രവർത്തിക്കുന്നതായി കാണുകയും ചെയ്തു. പിന്നീട് പഞ്ചായത്തും നഗരസഭ അധികൃതരൊക്കെ ഇടപെട്ട് വലിയ പ്രശ്നമാവുകയും പിന്നീട് ആ കട വീണ്ടും അടച്ചു പൂട്ടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്തായാലും പേര് മാറ്റി ആ കട ഇപ്പോഴും നോർത്ത് പറവൂർ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പനമ്പള്ളി നഗറിലും ഒരു ഹോട്ടലിൽ നിന്നും ഷവർമ കഴിച്ച് ഇതുപോലെ ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വലിയ വാർത്തയാകുമ്പോൾ മാത്രമാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റീസിന്റെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഒക്കെ പരിശോധന നടക്കുക. അതിനപ്പുറത്തേക്ക് ആ ഒരു പ്രശ്നം തണുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുന്നില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അതൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഈ എന്താണെങ്കിലും ഈ കുഴിമന്തി കടകൾക്കോ അല്ലെങ്കിൽ കുഴിമന്തി എന്നുള്ള ആ വിഭവത്തിനെതിരെ അല്ല കേട്ടോ ഇപ്പോൾ. കാരണം ഇപ്പോൾ ഫേസ്ബുക്കിൽ സതീന്ദ്രൻ വാക്യത്തോടി ചോദിക്കുകയാണ്, കുഴിമന്തിയാണോ കഴിച്ചതെന്ന്. അപ്പോൾ സതീന്ദ്രൻ കുഴിമന്തിയിൽ നിന്നല്ല എന്നാണ് മനസ്സിലാക്കുന്നത്, മയണൈസിൽ നിന്നാണ് തോന്നുന്നു. മയണൈസ് ഈ നമുക്കറിയാവുന്ന പോലെ അധിക സമയം ഇരിക്കുക എന്നുള്ളത് അത് നല്ലതല്ല. അതിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് മയണൈസ് നൽകുന്നതിൽ. പക്ഷെ അത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇനി ഞാൻ